ഗൈസ്, ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന് ഫുൾ ഒരു ഓൾമോസ്റ്റ് 3-4 hours സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തന്നെ വീട്ടിൽ വാക്സിങ് ഒക്കെ ചെയ്തു. സോ ഐബ്രോസും പിന്നെ ഫേസിലെ വാക്സിങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്തു. ഞാൻ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വെൽക്കം ചെയ്യുന്നല്ല, പക്ഷേ ഞാൻ പറയുന്നതാണ്. സോ ടഫായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുമ്പോഴേ അതിനുള്ള മറുപടി നേരിടാനുള്ള ചങ്കൂറ്റം തിരിച്ച് കാണിക്കണം. പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ നിന്നിട്ടായിരിക്കും പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം അതിൽ കയറി ഒരുമാതിരി ഈ എന്താ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ജോക്സ് അടിക്കാൻ വരുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഇത് അസുഖമേ നിങ്ങൾക്കുള്ളൂ. പക്ഷേ പിന്നെ ഞാനിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ്. എന്നെ 4-5 പേര് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെയും പ്രശ്നം, മനസ്സിലായോ? സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്നെ എന്താ പറയുക, നിങ്ങൾ കോൺഫിഡൻസ് താഴ്ത്താനൊക്കെ വേണ്ടി ഇടുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇറ്റ് ഓൺലി ആഡ് മോർ വ്യൂവേഴ്സ് ഇൻ ടു മൈ ചാനൽ. സോ ഇറ്റ് ഡസൻ അഫക്ട് മീ. അതാണ് എൻ്റെ പോയിന്റ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് റിലേറ്റബിൾ ആയിട്ടാണ് ഞാൻ ഇടുന്ന ഓരോ ഷോർട്സിനും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ ടു ദാറ്റ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ആൾക്കാരാണ്, മനസ്സിലായി. നമ്മൾ ഓരോ വീഡിയോസ് വരുമ്പോൾ ഇങ്ങനെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരത്തില്ലേ? ഇത്രേ ഉള്ളൂ. നമ്മളൊന്ന് കണ്ണടച്ച് കളഞ്ഞാൽ മതി. ആക്ച്വലി അത്രേ ഉള്ളൂ. അതാണ് സിംബോളിക്കലി ഉള്ള റെപ്രസെൻറ്റേഷനാണ് അവിടെ. സോ എൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മലയാളത്തിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഒരു കൺഫ്യൂഷൻ ഇതായിരുന്നു. ബിക്കോസ് എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ എളുപ്പമുള്ളത് ഇംഗ്ലീഷിലാണ്. ബട്ട് ഞാൻ സ്റ്റിൽ എൻ്റെ നാട്ടുകാർ എന്നെപ്പറ്റി അറിയണം, എൻ്റെ നാട്ടുകാർ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ മലയാളത്തിലിടാൻ തുടങ്ങിയത്. ആൻഡ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതെനിക്ക് വളരെ ഇത്രയും വാല്യുബിൾ ആയിട്ട് എനിക്ക് വരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. മീനിങ് എനിക്ക് ഞാൻ ഓരോ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് മീൻസ് യു ഗൈസ് ആർ ലിസണിങ് ടു മീ. സോ ദാറ്റ് മീൻസ് എ ലോട്ട്. കുറച്ച് അലവലാദികൾ വരുന്നുണ്ടെങ്കിലും ഐ നോ ഹൗ ടു ഹാൻഡിൽ ദം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഫോർ ദ മോസ്റ്റ് പാർട്ട് ഐ എം റിയലി താങ്ക്ഫുൾ ദാറ്റ് സം ഓഫ് യു ആർ ലിസണിങ് ടു ഇറ്റ്. ആൻഡ് എനിക്കിന്നൊരു കമൻറ്റ് കിട്ടി, ഒരു ഹാർട്ട് ഫെൽറ്റ് കമൻറ്റ് കിട്ടി. ആൻഡ് I felt very thankful, and at the same time I was like consoling him. ഞാൻ പുള്ളിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം, ഷോർട്ട് വീഡിയോ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം റിലേറ്റ് ചെയ്തിട്ട് ഒരാൾ എന്നോട് വന്ന് സംസാരിക്കും. അയാളെ ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുകയും ചെയ്തു. സോ അങ്ങനെയൊക്കെ എന്നോട് വന്ന് നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഐ എം പുട്ടിങ് സംതിങ് വർത്ത് ഇറ്റ്, അല്ലേ?